Welcome to Game King Bears. എല്ലാവർക്കും ബാക്ക് ടു അനദർ വീഡിയോ ടു ഗെയിം കിങ് ആർ എസ്. നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു ന്യൂ എപ്പിസോഡായിട്ട്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഡിലേ ആക്കിയായിട്ട് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മളൊരു വീഡിയോ ഇടുകയാണ്. ഇത് റോബ്ലോക്സിലുള്ള ഒരു പ്രിസൺ എസ്കേപ്പ് ഗെയിമാണ്. എന്തോ പ്രിസൺ കോണെന്നോ അങ്ങനെയാണ്, പോലീസ് കോണെന്നോ അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഗോ ഗൈസ്. നമുക്കപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാലോ ഗൈസ്, ഇത്രേ ഉള്ളൂ. റൂട്ട് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും അടിച്ചു പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അറിയാലോ. അതുകൊണ്ട് അടിച്ചു പൊട്ടിക്കുക. 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ പറയുന്ന അനദർ ഗെയിം പ്ലേസ് എല്ലാം നമുക്ക് കളിക്കാവുന്നതാണ്. നിങ്ങളിപ്പോഴും കമൻറ്റ് ചെയ്തോ. ഇതാണ് നമ്മുടെ ഒരു സെർവർ എന്ന് പറയുന്നത്. നമ്മൾ സ്പോൺ അയക്കുന്ന സെർവറല്ല, ഒരു ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊളിയാണ്. കണ്ട, ഇവിടെയാണ് നമ്മുടെ ജയിൽ. പ്രേതത്തിൻ്റെ ഫോട്ടോസ്. നമ്മൾ ഈ ലിവർ പുള്ളി ചെയ്യണം. പാറ്റയൊക്കെ പോകുന്നുണ്ട് അടി കൂടെ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ടച്ച് ഫീലൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പോകണം. ഇതാണ് നമ്മുടെ അടുത്തുള്ള സാധനം. ഓക്കെ, ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ കയറി. നമ്മൾ പണ്ട് കുറച്ച് നാളായിട്ട് ഈ ഗെയിം കളിച്ചിട്ട് നമ്മുടെ സ്കിൽസിനൊന്നും ഇപ്പോഴും കുറവില്ല. ഡെത്തായിട്ടുണ്ട്. അത് സ്കിൽസിൻ്റെ പ്രശ്നമായിരിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ എൻ്റെ മോനെ പേടിച്ചു പോയി. ഉറങ്ങിയ സ്വർഗത്തില് ഉണർന്ന നരകത്തിലോ വല്ലാത്തൊരു യോഗം തന്നെ. ഇതിവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ചെയ്തു വെച്ചത്. നമ്മൾ പേടിക്കാൻ അവരുടെ പ്രശ്നമല്ലല്ലോ. ഇതാണ് നമ്മൾ അടുത്ത സാധനത്തിനടുത്ത് പോവാണ്. ഇതാണ് സാധനം. എടാ, എൻ്റെ പുറകിൽ ആരോ ഓടി വരും സൗണ്ട് എനിക്ക് കേൾക്കാനെടാ. ഓ മൈ ഗോഡ്, ഇത് മറ്റേ സാധനം. എൻ്റെ നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. സൈറൻ ഹെഡ്. എൻ്റെ സൈറനൊക്കെ തല വെച്ച് കൂവിയാണ് വരുന്നത്. സൈറൻ ഹെഡാ? എടാ, അത് വേറെ സാധനമല്ലേടാ സൈറൻ ഹെഡ്. റീസ്പോൺ പോയത് വന്നല്ലോ. റീസ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ പോവല്ലേ അത്. എന്തിനാണ് റീസ്പോൺ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വിളിച്ചത് ആദ്യത്തിൽ പോകുന്നതാണ്, പക്ഷെ രണ്ടാമത്തേലാണ് പോയത്. നമ്മുടെ സ്കിൽസ് പ്രൊഫഷണൽ തമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ ആണ് നമ്മൾ. പിന്നെ ചത്തു. ഇത് നമ്മൾ വലിയ കാര്യമൊക്കെ കാര്യമില്ല. നമ്മൾ കുറച്ച് നാൾ കൂടി ഇരുന്ന് പാർക്കോറിൻ്റെ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമ്മൾ വലിയ മൈൻഡ് കൊടുക്കാതെ ഇരിക്കുക. അതിനെല്ലാവരും ഇങ്ങനെ ഇതുപോലൊക്കെ ഡെത്താകുമ്പോൾ അതൊക്കെ നമുക്കൊരു ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും, നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാതെ പോവുക. ഓക്കെ, കണ്ട വയസ്സ് ഇങ്ങനെ കണ്ട, ഇത് കൂളാണ്. ഇത് ഗെയിമായിട്ട് എടുക്കുക. കണ്ട, ഇതാണ്, ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, ഇനി അടുത്ത വന്നിട്ട് പോകുമ്പോൾ നമുക്ക് പോകാം. ഓക്കെ, അതിപ്പോൾ വന്നിട്ട് അങ്ങ് പൊക്കിയോളൂ. നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും കാര്യമുള്ള കാര്യമേ അല്ല. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളതൊന്നും വലിയ മൈൻഡ് സെറ്റ് കൊടുക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ സീനാണെന്നറിയാലോ. നമ്മൾ അത്രേ ഉള്ളു, ഒരു സീനും ഇല്ല. ഓക്കെ, ഇതെന്തുവാ? അവന്മാരുടെ അടുത്തൂടെ പോകാൻ പാടില്ല. അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ പിടിച്ച് ഡെത്താക്കും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, മനസ്സിലായല്ലോ. നമ്മൾ അവന്മാരുടെ അടുത്ത് പോലും പോകാൻ പാടില്ല. നമ്മൾ ഇവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചാവും. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ മാക്സിമം അതിൻ്റെ അടുത്ത് പോകാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇവിടെ ഈ വളവ് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അമ്മ, ഇത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് ഇത്രേ ഉള്ളൂ. കൊള്ളാം.
നമ്മൾ പ്രൊഫഷണൽ ഗെയിം പ്ലേ ആണ്. പ്രൊഫഷണൽ ഗെയിം പ്ലേ ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പണ്ട് മുതലേ പ്രൊഫഷണൽ ഗെയിം പ്ലേ ആണ്. ഏതാ വൈബ്, അംബാനി വൈബല്ലേ. എടാ ഇതെന്തോ കെയർഫുള്ളായിട്ടുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും എൻ്റെ അടുത്തോട്ട് നടന്നു വരുന്ന സൗണ്ട് എനിക്ക് ഇപ്പോഴും കേൾക്കാം കേട്ടോ. ബാക്കിലൂടെ അവൻ എനിക്ക് വന്ന് വരുന്നുണ്ട്. ബാക്കിലൂടെ അല്ല, ഫ്രണ്ടിലൂടെ. ചമ്മോ ബാക്കിലൂടെ. ഇവന് നമ്മുടെ സാധാരണ ഗെയിമിനെ അപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗെയിം വെരി ഡിഫിക്കൽട്ടാണ്. കാരണം ഇവന് നമ്മളെക്കാട്ടിലും സ്പീഡ് വരുന്നുണ്ടാ. അവൻ വന്നു തുടങ്ങി. അവൻ്റെ അലാറം ഫൈൻഡ് റോപ്പ് എന്നാണ് പറയുന്നത്. റോപ്പ് ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കും, നിങ്ങൾ തന്നെ പറയാം. കണ്ടോ, ഡോണ്ട് എൻ്റർ എന്നൊക്കെ വരുന്നിട്ടുണ്ട്. ക്ലൈം ദ റോപ്പ്. ഓക്കെ, അങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, ലെവൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കാനുണ്ട്. അവൻ പുറകിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓ, പുറകിൽ തന്നെ ഉണ്ട്. റോപ്പ് കിട്ടി. എടാ, അവൻ നമ്മൾ റോപ്പ് കിട്ടിയിട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ. അത് നമ്മുടെ പ്രശ്നമല്ല. അത് എനിക്ക് എത്താൻ പറ്റാഞ്ഞൊരു ഇതാണ്, കഴിവുകേട്. അതാണ് ഏത് നമ്മുടെ പ്രശ്നമല്ലാത്തതുകൊണ്ട് ഇവന് നമ്മളെ അടി പിഴച്ചാൽ നമ്മളെ തൂക്കുവാൻ. അതാണ് അവൻ്റെ ഒരുമാതിരി പ്രശ്നമാണ് കേട്ടോ. അത് പ്രശ്നമാണ്. വേറെ തന്നെ അവിടെ ഡെത്തായി. ആ ടൈമിൽ ഒരു പി കൂട്ടിയല്ലോ ഒരാളുടെ പേര് ഞാൻ കണ്ടിരുന്നത്. പി ഇത് നമുക്ക് നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇതെന്തായാലും ആയിരിക്കുമല്ലോ, അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ടഫ് ഈ ഒരു സ്റ്റേജാണ്. എടാ, ഞാൻ ചെറുതായി ഗ്ലിച്ചായി. ഒന്ന് റീസ്പോൺ അടിക്കട്ടെ. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എടാ, എനിക്കിപ്പോഴും അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. പറ്റില്ലടാ. ഓക്കെ, അനങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ വന്ന് പിടിച്ച് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യാനാണ് കേസ്? നിങ്ങൾ തന്നെ അതൊന്ന് പറ. ആൻസർ. ഇവൻ ഒരുമാതിരി സൗണ്ടൊക്കെ ഇട്ടിട്ട് ബാക്കിലൂടെ വന്ന് തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ പാവം. അവിടെ എങ്ങാനും പോയിക്കൂടെ? അല്ലേ മോനെ, ഞങ്ങളൊന്ന് ജയിച്ചോട്ടെ. നമുക്ക് പിന്നെ പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ലെന്നുകൊണ്ട് പിന്നെ നമ്മൾ ചാവാറില്ല അങ്ങനെ. ഓ, മാത്രമേ ഉള്ളൂ, ഒരു സീനില്ല. നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ചാടി പോലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഇവൻ്റെ മുന്നിൽ. ട്രൈ പണ്ണല്ല. നമുക്ക് എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് പ്രയോജനമുള്ളൂ. അത് റോപ്പ് കിട്ടി, അത്രേ ഉള്ളൂ. നമ്മൾ ജയിച്ച്. നമ്മൾ ഇത്രേ ഉള്ളൂ മച്ചാനെ. ഞാൻ വെച്ച് താഴെ പോയായിരിക്കുന്നു നമ്മൾ. ഡേഞ്ചർ. ഓക്കെ, കുഴപ്പമില്ല. ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ. എന്നിട്ട് ഇവിടെ ഓരോ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ പോയാൽ നമ്മളിത് ജയിച്ചില്ലെങ്കിൽ നമ്മളെ ഇതുപോലെ തൂക്കിയിടും ഇവർ. പവർ കയറാൻ പറ്റുന്നില്ല. ഓ, ഇങ്ങോട്ടായിരുന്നു വേണ്ടേ. ഓ, കൺഫ്യൂഷൻ. അതാണ് കൺഫ്യൂഷനാണ് നമ്മളെ വഴിയാധാരമാക്കുന്നത്. വഴിയാധാരമൊന്നുമല്ല മോനെ. സ്റ്റെപ്പ് ഇറങ്ങി കൂടി ചെന്നാൽ മതി. വെറൈറ്റി അല്ലേ. അത്രേ ഉള്ളൂ, ഒരു സീനുമില്ല. നമുക്ക് പിന്നെ ഇത് എവിടെ ഈ ഡോറൊന്നും തുറക്കാൻ. ഓക്കെ, ഫൈൻഡ് എ പിക്കാക്സ്. ഓക്കെ, പിക്കാക്സ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഷെൽഫിലൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് പിക്കാക്സ്. ഇവിടെ ഒന്നും ഇല്ലല്ലോടാ പിക്കാക്സ്. നമ്മളെ ഗ്രാഫിക്സ് ക്വാളിറ്റി കുറച്ച് കൂട്ടിയിടാം. ഗ്രാഫിക്സ് ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഗ്രാഫിക്സ് ക്വാളിറ്റി കൂട്ടാൻ പോയിട്ട് ഒന്നും കൂട്ടാൻ പറ്റില്ല. അതിന് കുറച്ച് നേരം അവിടെ കിടന്ന് കളിക്കുകയായിരുന്നു. ഈ വാഷിംഗ് മെഷീനകത്തൊക്കെ കാണുമോ? തുറക്കാൻ പറ്റുമോ? ഇല്ല.
വാഷിംഗ് മെഷീൻ്റെ ഒന്നുമില്ല. അതൊന്നുമില്ല. ടേക്ക് ഓഫ് മറ്റേ ടോർച്ച് ലൈറ്റ് മറ്റേ ഈ മൈനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നവർക്കുള്ള ഇതിനകത്ത് ഇതെടുക്കാൻ പറ്റൂല. ഇനി എടുക്കാൻ പറ്റില്ല ചേട്ടാ, 2 വട്ടം എടുക്കാൻ പറ്റുള്ളൂ. ഇതും എടുക്കാൻ പറ്റും. ഇതിനകത്തൊന്നുമില്ല. ഇതിൽ തന്നെ സാധനം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലിക്ക് ഓർ ടാപ്പ് എന്നും പറഞ്ഞ്. മണ്ടൻ. എന്നിട്ട് ഇതെന്നാടാ മൈൻക്രാഫ്റ്റ്. അങ്ങനെ ഗൈസ് നമ്മൾ റോബ്ലോക്സിൽ നിന്നും മൈൻക്രാഫ്റ്റിലേക്കാണ് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡ്. അറിയത്തില്ലേ? അറിഞ്ഞോ? ഓക്കെ, നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡ് നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ ഒടുവിൽ ഇവിടാണ് നമ്മുടെ സാമാനം ഇതാണ്. നമ്മുടെ ട്രഷറൊക്കെ കണ്ടുപിടിക്കാൻ മുമ്പുള്ള എക്സ് മാർക്കില്ലേ, ഇതാണ്. അയ്യോ, അടിപൊളി ട്രഷർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ട്രഷർ ഇത് അതുപോലെ ഒരുപാട് അവിടെ പിന്നെ എക്സ് മാർക്ക് കണ്ടായിരുന്നു ഞാൻ. അതായത് അതുപോലുള്ള ഒരുപാട് എക്സ് മാർക്കുകളുണ്ട്. ഏതോ ഒരെണ്ണമാണ് കറക്റ്റ് എന്നാണെന്ന് തോന്നുന്നു. ഇതാണോ ഇനി കറക്റ്റ്? നോക്കട്ടെ. അതുമല്ല കറക്റ്റ്. അപ്പം അങ്ങനെയല്ലേ ഇത്? അങ്ങനെ അല്ലാണ്ട് കൂടുതലായിട്ടും എക്സ് മാർക്ക് പോയരുത്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് തോന്നടാ. എക്സ് മാർക്കിലോട്ട് പോയരുത്, അതാണ് സംഭവം. മനസ്സിലായ? എക്സ് മാർക്ക് പോകണമെന്നൂടെ? വേണ്ട, എക്സ് മാർക്കിൽ പോവാതെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വന്ന് ഞാനിവിടെ മുഴുവൻ തോണ്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത എക്സ് മാർക്ക് അവിടെയൊക്കെ തോണ്ടി കഴിഞ്ഞാൽ അവൻ വരും. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനെ കുഴിച്ച് കണ്ടുപിടിക്കണടാ. എവിടെ പോയാലും തീരോടാ ഇതൊക്കെ കണ്ടുപിടുത്താം. ഇവിടെ ഒന്നും അല്ലടാ കണ്ടുപിടിക്കണം. അവിടെ ഈ കാണുന്ന ബ്ലോക്ക് ഒഴിക്കാൻ പറ്റില്ല. കിട്ടിയടാ എൻ്റെ മോനെ, പ്രൊഫഷണൽ. അധികം പണിയെടുക്കാതെ കിട്ടി. ഗെറ്റ് ഔട്ട് ദ റൂഫ് വെൻറ്റ്. ആള് വന്നേ. സൈറനടിച്ചോണ്ട് വരുന്നുണ്ട്. സൈറനടിക്കുന്നുണ്ട്. എൻ്റെ അമ്മ പിടിച്ചില്ലടാ. അവൻ കയറി വരുമോടാ അവൻ. സേഫ്, വി ആർ സേഫ്. ഫൈൻഡ് ദ സ്വിച്ച്. അതേ ഇരിക്കണ സ്വിച്ച്. ഇതല്ലേ സ്വിച്ച്? ഇതല്ലടാ സ്വിച്ച്. ഈ ലൈറ്റിൻ്റെ അകത്ത് അത് നമ്മൾ ചാടി വീണ വഴിയല്ലേ? അതേ ഇരിക്കണു. ഒരു കളറ് മാത്രം വ്യത്യാസമായിട്ടിരിക്കണില്ല. അതാണ് സ്വിച്ച്. നമ്മളിങ്ങനെ പ്രൊഫഷണലായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏതാ വൈബ്? അംബാനി വൈബല്ലേ? നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ അല്ലേ മച്ചാമാനെ? ഓക്കെ, നെക്സ്റ്റ് ചൂസ് വിസിറ്ററി. പ്രേതത്തിൻ്റെ മറ്റേ ഹൊറർ. ഓക്കെ, രണ്ടാമത്തെ സ്വിച്ചും അല്ല. അപ്പോൾ നമ്മളിനി മാന്ത്രികമായിട്ട് 1, 2 നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വേറെ വല്ലതും 3 ടെസ്റ്റ് ചെയ്യണ്ട ഇനി. കറക്റ്റ്. നമ്മൾ ഇമാതിരി പ്രൊഫഷണലാ. നമ്മൾ ചുമ്മാ പ്രൊഫഷണലാ, ചുമ്മാ കണ്ടുപിടിച്ചേക്കണു. ഇവിടെ വഴിയുണ്ട്. കീ കാർഡ്. ഇത് നമ്മൾ കാണുന്ന റൂമല്ലേ? അല്ലേ? കീ കാർഡ്. മറ്റേ വരുന്നുണ്ട്. ഓക്കെ, ബായ്. മറ്റേ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചേ ഇവനിങ്ങനെ വരുമെന്ന്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇത് ചാടി എണ്ണിക്കണോ? ഇവിടെ ചാടി എണ്ണിക്കണോ? ഞാൻ വിചാരിച്ചു തന്നെ എണ്ണീറ്റ് വരുന്നത്. അങ്ങനെ എണ്ണീറ്റ് വരില്ല കേട്ടോ. അവിടെ ചാടണം. എന്തുവാ ക്യാൻറ്റാണോ? എനിക്കെന്തിനാണോ? ലേസറുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ പേടിയില്ലല്ലോ. ഒരു ലേസറിനെ നമുക്ക് പേടിയില്ല. ചാടാൻ പറ്റുമോ? അത് കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ എന്തോ ഡേഞ്ചറാണല്ലോടാ. ഇതെ ചവിട്ടി നമ്മൾ ചാവും. അങ്ങനെയാണോ? അല്ല, പുറകെ കൂടെ എന്തോ വരുന്നുണ്ട്. അതേ ചവിട്ടി ചാവില്ല, സ്ലോ ആവും. അതാണ് നമ്മളെ പുറകെ. ഓക്കെ,
ഇവിടെയും കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. ഞാനിത് അരമണിക്കൂർ കൊണ്ടൊന്നും തീരുന്ന സാധനമല്ല. ഞാനിതിൻ്റെ എക്സിറ്റ് എവിടെയാണോ ദൈവത്തിനറിയാം. അയ്യോ ചത്ത. എടാ ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് പറഞ്ഞാടാ. ഞാനിത് എങ്ങനെ കണ്ടുപിടിക്കാനായി ഈ ജെല്ലിൻ്റെ ഇടയിൽ കൂടെ അതും ചാത്തം പിടിക്കുന്നു. ഇവനും കൂടെ മറ്റവൻ്റെ എത്ര സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇവിടെ അല്ല, വഴിയില്ല. ഓക്കെ ബൈ. മറ്റവൻ്റെ എത്ര സ്പീഡ് ഇവനും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഈ ഗെയിം കളിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം അത്രയും ഡിഫിക്കൽട്ടഡ് ആയത് ഈ ഗെയിം. എത്താൻ പറ്റുമോ? എത്തി. അവൻ പിടിക്കാം. എന്ന് വെച്ചാൽ അവൻ നമ്മളെ കൊണ്ടേ പോകുന്നു. യൂസ് ദ ട്രാപ്പ്. ശരി എടാ ഞാൻ ഇതിനും വഴി പോകണോ? അങ്ങനെയാണോ? അല്ല എടാ മണ്ടത്തരം കാണിച്ചേ. ട്രാപ്പ് എന്നെ എടുക്കാനേ ശവന്നെ. വേറെ നിവർത്തിയൊന്നും ഇല്ലടാ. ഞാൻ പിന്നെ എന്നെ എടുക്കാൻ അവിടെ ഓരോ മണ്ടത്തരം എഴുതി വയ്ക്കുകയും ചെയ്യും. ഇവിടെ നിന്നല്ലേ നമ്മളിപ്പോൾ രക്ഷപ്പെട്ട് വന്നത്. പിന്നെ അവിടെ നിന്ന് കയറാനേ. മനസ്സിലായി. ട്രാപ്പ് ഓക്കെ. ചവടാ പന്നി. നമ്മളോടല്ലേ കളി. നമ്മൾ പണ്ട വൈബാന്നറിയാലോ. കൊന്നു തട്ടി കളഞ്ഞു അവനെ. അത്രേ ഉള്ളൂ. ലെറ്റ്സ് എസ്കേപ്പ്. യെസ് ഐ ആം എസ്കേപ്പ്. ഇനിയും നമ്മൾ റീസ്പോണാ. നമ്മൾ എസ്കേപ്പ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ല ചാത്തം പിടിച്ച് തിന്നും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എത്രയും വേഗം പോകാൻ പറ്റുന്നോ അത്രയും വേഗം നമ്മൾ ഈ രാജ്യം വിടുകയാണ്. ഇനി ഈ ട്രെയിൻ വിട്ട് നമ്മളങ്ങനെ ട്രെയിനിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിങ്ങനെ ഇതിൻ്റെ എൻഡിങ് കണ്ടിരിക്കുകയാണ്. എൻഡിങ് ആണോ അതായത് വേറെ സ്ഥലത്തോട്ട് വല്ലതും പോകണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കതിന് പോയി നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളൊരു പച്ചപ്പ് നിറഞ്ഞൊരു കാട്ടിലാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാറ്റ്. എടാ ഈ റോഡിന് എൻഡില്ല. ശരി എന്നാൽ ഓക്കെ ബായ്. നമ്മൾ മരുന്ന് വീണ് ചത്തില്ല. നമ്മൾ അടുത്ത വെള്ളിലേക്ക് ടെലിപ്പോർട്ടാവും. അങ്ങനെയാണോ? എൻ്റെ മോനെ എനിക്ക് വന്ന് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഈ ഒരു ഗെയിം. അല്ലല്ല നമ്മളിനി നീന്തി പോണോ? നമ്മളിവിടെ കൊണ്ടിട്ട് ഓക്കെ. ഇനി നമുക്ക് നീന്താൻ പറ്റും സ്വയമേ. ഓക്കെ, നമ്മൾ എൻ്റെ ഗൈസ്. ഇതാണോ എൻ്റെ അത് വേറെ ഏരിയ ആണോ ഇത്? അല്ലടാ എൻ്റെ ആണ്. നല്ല ട്രോഫിയൊക്കെ അതാണ്ടാ. അത്രേ ഉള്ളൂ. സൗണ്ട് എഫക്റ്റ് കണ്ട അത്രേ ഉള്ളൂ. ഏതാ ഗെയിം? ഇതൊരു തീം പാർക്ക് പോലത്തെ ഒരു ഏരിയ കേട്ടോ. ലാസ്റ്റ് തീം പാർക്കിലൊക്കെ കയറി ഒന്ന് കളിക്കണ. സ്ലൈഡല്ലേ ഇരിക്കുന്നത്. നമുക്കൊന്ന് കളിച്ച് കളയാം. കൊള്ളാല്ലേ? അത്രേ ഉള്ളൂ. നമുക്കൊരു ഊഞ്ഞാലൊക്കെ നാടിയേക്കാം. ഓക്കെ വാവ്. എടാ ഊഞ്ഞാലല്ലേ ഇത്? അയ്യോ എൻ്റെ പൊന്നെ, ഇതെന്ത് സാധനമാണ് ഇത്? ഊഞ്ഞാലല്ലേ ഇത്? ഓക്കെ ബായ്. ഇത് ഊഞ്ഞാലല്ല. ഊഞ്ഞാലിനെക്കാട്ടിലും മേലെ എന്തോ സാധനമാണിത്. ഇത് മറ്റേ സാധനം പിള്ളേരുടെ ആടുമൊന്നുമില്ല. സീസോ നമ്മളിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അതും കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവിടെ ഈ കറങ്ങുന്ന സാധനം. ഇവിടെ നിന്ന് നമ്മൾ തെറിച്ച് പോകുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ തെറിക്കും. തെറിച്ചില്ലേ? എടാ തെറിച്ചില്ലടാ. ചതിച്ച് ഞാൻ തെറിക്കും. എനിക്ക് തെറിക്കണം. എന്നാലും ഇവർ ലൈക്ക് ചെയ്യത്തുള്ളൂ. ഇത്രേ തെറിച്ചുള്ളൂ. ഞാൻ സ്വയമേ ചാടുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.